നമസ്കാരം. ജനുവരി 22-ാം തീയതി അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുകയാണ്. ഇതിനോടനുബന്ധിച്ചുകൊണ്ട് പല സംസ്ഥാനങ്ങളിലും പല വിധത്തിലുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. എന്തായാലും ചില സംസ്ഥാനങ്ങളിൽ മാംസത്തിനും മദ്യത്തിനും സർക്കാർ നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്ഷേത്ര പരിസരം നിലവിൽ ഉത്തർപ്രദേശ് സർക്കാർ മദ്യനിരോധന മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അന്നേ ദിവസം ലക്നൌവിലെ എല്ലാ മാംസ വിപണന കടകളും അടച്ചിടുമെന്ന് പ്രമുഖ മുസ്ലിം സംഘടനയായ ഓൾ ഇന്ത്യ ജമായത്തുൽ ഖുറൈഷ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. മറ്റൊരു സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡിൽ ജനുവരി 22-ാം തീയതി ഡ്രൈ ഡേ ആചരിക്കും എന്നാണ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് അറിയിച്ചിരിക്കുന്നത്. വിദേശ മദ്യ റീറ്റെയിൽ ഷോപ്പുകൾ, റെസ്റ്റോറന്റുകൾ, ബാറുകൾ, ഛത്തീസ്ഗഡിലെ ചില ക്ലബ്ബുകൾ തുടങ്ങിയവ അന്നേ ദിവസം അടച്ചിടുമെന്നുകൂടി ഭരണകൂടം പറയുന്നുണ്ട്. ഈ നിയുക്ത ഡ്രൈ ഡേയിൽ ഏതെങ്കിലും സ്ഥാപനത്തിലോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിയിൽ നിന്നോ മദ്യം പിടിച്ചെടുത്താൽ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നുകൂടി ഛത്തീസ്ഗഡ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ അന്നേ ദിവസം മദ്യനിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു സംസ്ഥാനം അസമാണ്. സംസ്ഥാന ടൂറിസം മന്ത്രിയായ ജയന്ത മല്ല ബറുവ അറിയിച്ചതനുസരിച്ച് ജനുവരി 22-ാം തീയതി അസം സർക്കാരും ഇത്തരത്തിലുള്ള ഒരു ഡ്രൈ ഡേയായി ആചരിക്കാൻ തന്നെയാണ് തീരുമാനം. മദ്യമാംസ നിരോധനം മാത്രമല്ല അന്നേ ദിവസം നടക്കുന്നത്. നമുക്കറിയാം, ദക്ഷിണേന്ത്യയിലെ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അവിടുത്തെ സർക്കാരുകൾ പറഞ്ഞിരിക്കുന്ന അന്ന് സ്പെഷ്യൽ പൂജകൾ പോലും നടത്തുമെന്നാണ്. അങ്ങനെ പല സംസ്ഥാനങ്ങളും പല വിധത്തിലാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ ഉത്തർപ്രദേശിലെ ക്ഷേത്ര പരിസരം ഉൾപ്പെടെ മദ്യനിരോധന മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ് മാസവും ഒന്നേ ദിവസം ഡ്രൈ ഡേ ആയി ആചരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.